ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. 55-ാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കിയത്. 56, 57, 58 3 വരുന്ന ശ്ലോകങ്ങള് യുക്തിയെയും കൂടെ ആധാരമാക്കി ജഗത്തിന്റെ മിഥ്യാത്വത്തെ പറയുന്നു. ഇപ്പോ ശ്രുതിയെ ആധാരമാക്കി ആണ് കുറെ നമുക്ക് പറഞ്ഞത്. വേദത്തെ ഉപനിഷത്ത് വാക്യങ്ങളെ ആധാരമാക്കി പറഞ്ഞു. പിന്നെ സാധാരണ മനുഷ്യരെല്ലാം യുക്തിയെയാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. കോമൺ മാൻ, സാധാരണക്കാരന് എപ്പോഴും യുക്തിയോടാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ആചാര്യസ്വാമി എന്ത് ചെയ്തു? ശ്രുതിവാക്യത്തിന്റെ കൂടെ കുറച്ച് യുക്തിയും കൂടെ പറയാം എന്ന് തീരുമാനിച്ച്, നിങ്ങൾക്കൊക്കെ മനസ്സിലാവട്ടെ എന്നും അദ്ദേഹം തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ ഈ യുക്തി, ചില യുക്തികൾ ഉപയോഗിച്ചാണ് ജഗത്തിന്റെ മിഥ്യാത്വത്തെ ഇനി നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോ യുക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നല്ല ശ്രദ്ധ വേണം എന്നും കൂടെ പറയും. വളരെയധികം ശ്രദ്ധയോടെ ഇരുന്നാലേ അത് മനസ്സിലാവൂ. നോക്കാം, നമുക്ക് അടുത്ത ശ്ലോകം 56-ാമത്തെ ശ്ലോകം. അനുഭൂതോപ്യയം ലോകോ വ്യവഹാരക്ഷമോപി സൻ അസദ്രൂപോ യഥാ സ്വപ്നഃ ഉത്തരക്ഷണബാധതഃ. അനുഭൂതോപ്യയം ലോകോ വ്യവഹാരക്ഷമോപി സൻ അസദ്രൂപോ യഥാ സ്വപ്നഃ ഉത്തരക്ഷണബാധതഃ. എന്താണ് യുക്തി? യുക്തി എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതാണ് യുക്തി. ചിന്തിച്ച് അത് ശരിയാണോ എന്ന് ചിന്തിച്ച് അതിനെ നമ്മുടെ അനുഭവങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെ പല രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. തർക്കശാസ്ത്രത്തില് തർക്കിച്ച് ഓരോ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നതില് തർക്കശാസ്ത്രത്തില് 2 വിധത്തില് ജ്ഞാനം പറയും. 2 വിധത്തിലുള്ള ജ്ഞാനത്തെ പറയും. ഒന്ന്, നേരിട്ട് ഇന്ദ്രിയങ്ങൾ വഴി കിട്ടുന്ന ജ്ഞാനം. അത് സാക്ഷാത് ജ്ഞാനം എന്നാണ് അവിടെ പറയുക. നേരിട്ട് ഇന്ദ്രിയങ്ങൾ വഴി കിട്ടുന്ന ജ്ഞാനം, കണ്ണിൽ കൂടെ ചെവി കൂടെ അങ്ങനെയൊക്കെ ഇന്ദ്രിയങ്ങൾ വഴിക്ക് കിട്ടുന്ന അറിവ്. പിന്നെ പറയുന്നത് വേറെ ഒരു ജ്ഞാനത്തിന്റെ സഹായത്താൽ കിട്ടുന്ന പുതിയ ജ്ഞാനം. ഒരു ജ്ഞാനമുണ്ട്, അതിന്റെ സഹായത്താൽ വേറെ അറിവ് കിട്ടും. ഒരറിവുണ്ട്, ആ അറിവിന്റെ സഹായം കൊണ്ട് വേറെ അറിവ് കിട്ടുന്നു. ജ്ഞാനകരണക ജ്ഞാനം എന്നാണ് അതിന് പറയാം. ജ്ഞാനകരണക ജ്ഞാനം എന്ന് പറയും. അതാണ് യുക്തി. ഒരു അറിവിനെ വച്ച് വേറൊരു അറിവിനെ നേടൽ, അതിനാണ് യുക്തി എന്ന് പറയുക. ഒരറിവുണ്ട്, ആ അറിവ് വെച്ചുകൊണ്ട് വേറൊരു അറിവിനെ, പല കാര്യങ്ങളെയും അനലൈസ് ചെയ്ത് നോക്കിയിട്ട് വേറൊരു അറിവിലേക്ക് എത്തുക. അപ്പൊ അതിന് സാധാരണ ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന, വേദാന്തത്തിലൊക്കെ പറയുന്ന ഒരു ഉദാഹരണം, ദൂരെ പുക കാണുന്നു. ദൂരെ പർവ്വതത്തിൽ ഒരു പുക കാണും. ദൂരെ ഒരു സ്ഥലത്ത് എന്ന് കൂട്ടിയാൽ മതി. ദൂരെ പർവ്വതം എന്ന് പറയാൻ കാരണം ഹൈറ്റിന്റെ പ്രശ്നമുണ്ട്. ദൂരെ കാണാനുള്ള സൗകര്യമുണ്ട്, അങ്ങനെയാണ് ഉദാഹരണം പറയുന്നത്. ദൂരെ അതാ പർവ്വതത്തില് പുക കാണുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പുക എന്നുള്ളതിനെ നമുക്കറിയാം. അപ്പൊ ആ ഒരറിവ്, പുക എന്നുള്ള അറിവ്, എന്തിലാണ് പുക ഉണ്ടാവുക? എവിടെയാണ് പുക ഉണ്ടാവുക? തീ ഉണ്ടെങ്കിൽ പുകയുണ്ടാകും. അപ്പൊ തീ ഉണ്ടെങ്കിൽ പുകയുണ്ട് എന്നൊരു അറിവ് നമുക്കുണ്ട്. പുകയെ കാണുമ്പോൾ ഒരു അറിവുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് അവിടെ യുക്തി കൊണ്ട് എന്താണ് പറയുന്നത്? അവിടെ പുകയുണ്ട്, അതുകൊണ്ട് പുക കാണുന്നുണ്ട്, ഇന്ദ്രിയം വഴി കാണുന്നുണ്ട് പുകയെ, കണ്ണുകൊണ്ട് കാണുന്നുണ്ട് പുകയെ. അപ്പൊ പുകയെ നേരിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ എന്തുടനെ വരും? അവിടെ തീ ഉണ്ട്, അല്ലാതെ പുക വരില്ലല്ലോ. തീ ഉണ്ടായിരിക്കും, ഉറപ്പാണ്, അല്ലാതെ പുക വരില്ല. അപ്പൊ തീ ഉണ്ട് എന്നുള്ള ഉറപ്പ് നമ്മുടെ മനസ്സിൽ വരും. എതിനെ കാണുമ്പോ? പുകയെ കാണുമ്പോ. അപ്പൊ തീയെ നേരിട്ട് കണ്ടോ? ഇല്ല, തീയെ നേരിട്ട് കണ്ടില്ല. പുകയെ കണ്ടു.
പുകയെ കണ്ടപ്പോൾ ഉള്ള അറിവ് കൊണ്ട് തീ ഉണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തി. അങ്ങനെ നിശ്ചയിച്ചു. തീയെ നേരിട്ട് കണ്ടില്ലെങ്കിലും പുക കണ്ട് അവിടെ തീ ഉണ്ടാകും എന്ന് നിശ്ചയിച്ചു. ഇവിടെ തീ എന്ന ജ്ഞാനം വരാൻ, അല്ലെ, തീ എന്നൊരു ജ്ഞാനം, ഒരറിവ് ഉണ്ടായല്ലോ. അതുണ്ടാകാൻ ആരാണ് കാരണം? പുക എന്ന അറിവ്. അതാണ് ഒരറിവിൽ നിന്ന് വേറൊരു അറിവുണ്ടാകും യുക്തി എന്ന് പറയുന്നത്. തീ എന്ന ജ്ഞാനം, ഇവിടെ ജ്ഞാനം എന്ന് ഉപയോഗിക്കുന്ന അറിവിനെയാണ്. തീ എന്ന അറിവ് വരാൻ പുക എന്ന അറിവാണ് കാരണം. അത് സഹായിച്ചു, അല്ലെ? പുക എന്നുള്ള ഒരു അറിവാണ് സഹായിച്ചത് തീ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ. ഇവിടെ ഒരു ജ്ഞാനം തന്ന് ഈ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തില് ജഗത്തിനെ മിഥ്യ എന്ന് തീർച്ചപ്പെടുത്താം ഇതുപോലെ എന്ന് ആചാര്യസ്വാമി പറയാണ്. പുകയുണ്ട്, പുകയെ കണ്ടു, ആ അറിവ് കൊണ്ട് അവിടെ തീ ഉണ്ട് എന്ന് നിശ്ചയിച്ചതുപോലെ, തീയെ നേരിട്ട് കണ്ടില്ലെങ്കിലും അതുപോലെ ഒരു അറിവിനെ തന്ന് ആ അറിവ് കൊണ്ട് ജഗത് മിഥ്യ എന്ന് സ്ഥാപിക്കാം എന്നാണ് ആചാര്യസ്വാമി ഇനി പറഞ്ഞു വരുത്താൻ പോകുന്നത്. ജഗത്തിനെ പറ്റി ഒരു ജ്ഞാനം തരുന്നു നമുക്ക്. ജഗത്തിനെ പറ്റി ഒരു ജ്ഞാനം തരും. ഇൻഫർമേഷൻ അബൌട്ട് വേൾഡ്. അതുകൊണ്ട് മുണ്ടകോപനിഷത്തിൽ ഒരു വാക്യം പറയും, വേദിതവ്യോ, അറിയപ്പെടേണ്ടത്. വേദിതവ്യ, അല്ലെ, വേദിതവ്യോ എന്ന് അറിയപ്പെടേണ്ടത് എന്നൊരു കാര്യം പറയും. അപരാവിദ്യ, പരാവിദ്യ മാത്രം പോരാ, അപരാവിദ്യ കൂടെ വേണം എന്നവിടെ പറയും. അപരാവിദ്യയും വേണം, പരാവിദ്യ മാത്രം പോരാ. അതിനെ മനസ്സിലാക്കണമെങ്കിൽ അപരാവിദ്യ വേണം. അപ്പൊ ജഗത്തിനെ കുറിച്ച് കുറച്ച് അറിവ് വന്നാൽ മാത്രമേ ജഗത് മിഥ്യ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ എന്നൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. പുകയെ കണ്ടതുകൊണ്ട് തീ ഉണ്ട് എന്ന് നിശ്ചയിച്ചതുപോലെ ഒരറിവ് വെച്ചുകൊണ്ട്, അതെന്തറിവാണ്? ആ അറിവ് അപരാവിദ്യയായിട്ടുള്ള ലോകത്തെക്കുറിച്ചുള്ള അറിവ്. ആ അറിവ് വെച്ചുകൊണ്ട് പരാവിദ്യയെ അറിയും. അതാ നല്ല രസകരമായിട്ടൊരു ഭാഗം. അപ്പൊ നമ്മൾ പണ്ടൊരു ശ്ലോകം പഠിച്ചിട്ടുണ്ട്, പരീക്ഷ ലോകാൻ എന്ന് പറഞ്ഞ്. അതായത് ലോകത്തില് നമ്മ അനുഭവത്തിൽ കൂടി പല കാര്യങ്ങളും കണ്ട് അവസാനം ഇതൊന്നും സത്യമല്ലെന്ന് മനസ്സിലാക്കി ഒരു ഗുരുവിനെ തേടും. ആ ഗുരുവിന്റെ സഹായത്തോടു കൂടി ശരിയായിട്ടുള്ള അറിവിലേക്ക് പോകും എന്നൊരു ശ്ലോകം നമ്മൾ പഠിച്ചിരുന്നു നേരത്തെ. അപ്പോ ആ പരീക്ഷ ലോകാൻ എന്നുള്ള ആ ഒരു കാര്യത്തിൽ കൂടെ മാത്രമേ വൈരാഗ്യവും വരികയുള്ളൂ. അനുഭവം വന്ന് ഈ അതൊന്നും സത്യമല്ല, കിട്ടുന്ന ആനന്ദമൊന്നും ശാശ്വതമല്ല, കിട്ടുന്ന സുഖങ്ങൾ ശാശ്വതമല്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, ഒന്നും ശാശ്വതമല്ല. അങ്ങനെ വരുമ്പോൾ മാത്രമേ വൈരാഗ്യം വരികയുള്ളൂ. അതുപോലെ ലോകജ്ഞാനം ആവശ്യം വേണം. ലോകജ്ഞാനം ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റില്ല. ലോകജ്ഞാനം അറിവിന്, സാധാരണ ലോകത്തെക്കുറിച്ച് അറിവുണ്ടായി ആ അറിവിൽ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒന്നും ശാശ്വതമല്ല, നമുക്കിവിടെ കിട്ടുന്ന നൈമിഷിക സുഖങ്ങളാണ്, ഇതിനെ ആശ്രയിക്കരുത്, ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ശാന്തി തരില്ല, സമാധാനം തരില്ല, ഇതെല്ലാം ഉണ്ടായി നശിക്കുന്നവയാണ്. ഇങ്ങനെ ചിന്തിച്ച് അവനവന്റെ അനുഭവത്തിൽ കൂടി, അതാണ് പരീക്ഷ ലോകാൻ. അവനവന്റെ അനുഭവത്തിൽ ചിന്തിച്ച് എന്നാൽ നമ്മൾ അനുഭവത്തിനെ ബേസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അനുഭവത്തെ തള്ളിക്കളയാൻ പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അനുഭവത്തെ നമ്മൾ ബേസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒത്തിരി അനുഭവങ്ങൾ വരുമ്പോൾ അനുഭവത്തിൽ കൂടി തന്നെ എന്ത് മനസ്സിലാക്കണം? അനുഭവത്തിൽ കൂടി മനസ്സിലാക്കേണ്ടത് ശാശ്വതമല്ല എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഒന്നും ശാശ്വതമല്ല എന്നുള്ളത്. അപ്പോ ചിലർ വിചാരിക്കും ആത്മീയ ജ്ഞാനം നേടുമ്പോൾ ജഗത് കാര്യങ്ങൾ ഒന്നും പാടില്ല. അങ്ങനെ ഒരു സംഗതി ഇല്ല. പക്ഷെ പൊതുവെ ഒരു വിചാരമുണ്ട്, എവിടെയെങ്കിലും സ്വല്പം വേദാന്തം പഠിച്ചു തുടങ്ങിയാൽ പിന്നെ വട്ടും ഭാവം ഒക്കെ മാറും. സ്വല്പം വേദാന്തം പഠിച്ചു തുടങ്ങിയ പിന്നെ സാധാരണ മനുഷ്യനെല്ലാം ഒരു തോന്നലാണ്, മറ്റുള്ളവരുടെ നിന്ന് നമ്മളൊരു വ്യത്യസ്തനാണ്, നമ്മൾ അവരെ പോലെ പെരുമാറരുത്, നടക്കരുത്, പിടിക്കരുത്, ഇരിക്കരുത്, വർത്തമാനം പറയരുത്, ഇങ്ങനെയൊക്കെ ഒരു തോന്നൽ ആദ്യം ഉണ്ടാവും. അതാദ്യം ഈ വൈരാഗ്യം എന്നതിനെ മനസ്സിലേക്ക് എടുക്കുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വേദാന്തത്തിലേക്ക് പ്രവേശിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ
വൈരാഗ്യത്തെക്കുറിച്ചൊക്കെ വായിച്ചു വരുമ്പോൾ കിട്ടുന്നൊരു വൈരാഗ്യത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നൊരു സങ്കല്പം, അത് ആദ്യം ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ അതല്ല വൈരാഗ്യം എന്ന് പിന്നീട് മനസ്സിലാക്കും. എപ്പോ മനസ്സിലാവും? വൈരാഗ്യം എന്ന് പറയുമ്പോൾ ഇപ്പോ പായസം കഴിക്കുന്ന ഒരാൾ വൈരാഗ്യം ഒന്നും ഇനി പായസം കഴിക്കില്ല, അതല്ല വൈരാഗ്യം. പായസം ഇഷ്ടമാണ്, കഴിച്ചു, കിട്ടിയാൽ കഴിക്കും, കിട്ടിയില്ലെങ്കിൽ ഇല്ല. പായസം വേണമെന്നൊരു ആഗ്രഹം മനസ്സിലില്ല, മുമ്പിൽ കിട്ടിയാൽ കഴിക്കും, ഓക്കെ, കിട്ടിയില്ലേ വേണ്ട. ഏത് കാര്യത്തിനോടും ഈ ഒരു രീതിയിലുള്ള പ്രതികരണം, അതാണ് വൈരാഗ്യം. അല്ലാതെ പായസം കാണാൻ എനിക്ക് ദേഷ്യം, കണ്ടാൽ എനിക്ക് ദേഷ്യം, അത് വൈരാഗ്യമൊന്നുമില്ല, അങ്ങനെയൊന്നുമല്ല വൈരാഗ്യം. അതേമാതിരി മനുഷ്യരോടാണെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയെ കാണുമ്പോഴേ വൈരാഗ്യം, അങ്ങനെയല്ല വൈരാഗ്യം. കണ്ടു, ശരി, കണ്ടോട്ടെ, അതിനെ എന്താ കുഴപ്പം? കണ്ടു, ഓക്കെ, അയാൾ പറയണത് കേട്ടു, ആയിക്കോട്ടെ, അത് സ്വീകരിക്കേണ്ടതല്ല, നമുക്കറിയാം, സ്വീകരിക്കേണ്ട. അങ്ങനെ അതിനെല്ലാം സംയമനത്തോടു കൂടി ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കണം. വൈരാഗ്യത്തിന്റെ കൂടെ സംയമനം വേണം, അല്ലെങ്കിൽ പറ്റില്ല. എല്ലാത്തിനെയും അങ്ങനെ നിഷ്കാസനം ചെയ്യുക, അതല്ല ശരിക്കും. അതിനോട് പ്രത്യേക ആഭിമുഖ്യമില്ലാതിരിക്കുക, പ്രത്യേക ഒരു പ്രതിപത്തി അതിനോട് തോന്നാതിരിക്കുക. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും, നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ശരീരം കിട്ടിയതല്ലേ, പൂർവ്വജന്മ ഇതുമായിട്ട് കർമ്മഫലമായിട്ട് ശരീരം കിട്ടിയതാണ്. ഇത് പോകുന്നത്, ആ കർമ്മഫലം തീരുന്നവിടെ ഇവിടെ ഇരുന്നേ പറ്റും. ആ ഇരിക്കുന്ന സമയത്ത് വൈരാഗ്യം ഉണ്ടാക്കുന്നത് ആഗ്രഹം, ആ കാരണശരീരം ഉണ്ടായ ആഗ്രഹങ്ങളാണ് ഈ ശരീരത്തിന് കാരണമായത്. അപ്പൊ ആ ആഗ്രഹങ്ങള് ആദ്യം പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ മുമ്പില്, അപ്പൊ അതിനൊരു ഒരു ഒരു ഉദാഹരണം ഒരാൾ പറഞ്ഞത്, ഈ ഗുരുനാഥൻ തന്നെ വേറെ എവിടെ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു. ഒരു പൂർവ്വജന്മ ഇങ്ങനെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പന്ത് ഒരു തൊട്ടടുത്തുള്ള ഒരു മതിലിന്റെ അപ്പുറമുള്ള മാന്തോപ്പിലേക്ക് പോയി. നിറയെ മാമ്പഴമുള്ള മാന്തോപ്പ്. പന്ത് അങ്ങോട്ട് പോയി. കുട്ടി പന്തെടുക്കാനായിട്ട് മതിൽ ചാടി അവിടെ ചെന്നു. മാവിന്റെ താഴെ ചെന്ന പന്ത് കണ്ടു. പന്ത് എടുക്കാൻ തുടങ്ങുമ്പോൾ നല്ല ഒരു മാമ്പഴം പഴുത്ത് താഴെ വീണു. നല്ലൊരു മാമ്പഴം പഴുത്ത് താഴെ വീണു. പറിച്ചതൊന്നുമല്ല, നല്ല കറക്റ്റായിട്ട് താഴെ വീണു. താഴെ വീണ് കഴിയുമ്പോൾ ആ കുട്ടി അത് എടുക്കുന്നു. എടുത്ത് രണ്ട് തരത്തിൽ ആ കുട്ടിക്ക് അത് കൈകാര്യം ചെയ്യാം. ഒന്ന്, അവന് അത് കിട്ടിയപ്പോൾ സന്തോഷമായിട്ട് ആ മാമ്പഴം സുഖമായിട്ട് തിന്നിട്ട് പന്തും കൊണ്ട് തിരിച്ചു പോകാം. അല്ലെങ്കിൽ അതും കൊണ്ട് ഒരു മാമ്പഴം കിട്ടിയ സന്തോഷത്തിൽ പന്തും മാമ്പഴം എടുത്തുകൊണ്ട് കൂട്ടുകാരുടെ ഇടയിൽ വന്ന് എല്ലാവർക്കും കൂടെ അത് ഷെയർ ചെയ്തുകൊണ്ട് കഴിക്കാം. ഒന്നും കൂടെ ചെയ്യാം. ഈ പന്ത് എടുക്കുമ്പോൾ ഈ മാമ്പഴം വീണ ഉടനെ അതാ ഒരു പട്ടി, അവിടെ ഒരു പട്ടി നിൽക്കുന്നു. തൊട്ട് ഒരു കുറച്ചങ്ങ് മാറി അടുത്ത മാവിന്റെ താഴെ ഒരു പട്ടി നിൽക്കുന്നു. അതിങ്ങനെ നോക്കുന്നുണ്ട്, ഇങ്ങോട്ട് കുരയ്ക്കുന്നൊന്നുമില്ല, പട്ടി ഇങ്ങനെ നോക്കുന്നു. ഉടനെ തന്നെ ഇവന് പട്ടിയെ പേടിയുള്ളത് കൊണ്ട് ഈ മാമ്പഴം എടുത്ത് കയ്യോടെ അത് എടുത്തുകൊണ്ട് ഒറ്റ എറിയാൻ വേറെ സാധനമൊന്നും കിട്ടിയില്ല, പന്ത് കളിക്കാൻ കൊണ്ടുപോകണം. ഈ താഴെ വേണം മാമ്പഴം എടുത്ത് പട്ടിയെ എറിയുന്നു. പട്ടിയുടെ മേത്ത് കൊള്ളുന്നു, പട്ടി നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. ഇങ്ങനെ 3 കാര്യങ്ങൾ അവിടെ ഉണ്ടാകാം. അതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? ആദ്യത്തെ സംഭവം, ആ മാമ്പഴം അവിടെ വീഴുന്നത്, ഈ കുഞ്ഞു വരുന്നു, കറക്റ്റ് ആ സമയത്ത് ആ മാമ്പഴം അവിടെ വരുന്നത് അവന്റെ പൂർവജന്മ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയുള്ള പ്രകൃതിയുടെ വിനോദമാണ്. പ്രകൃതി അവനത് കൊടുക്കുകയാണ്. അവന് ആഗ്രഹമുണ്ട് ഉള്ളില്, അവന് ഈ ജന്മത്തില് ഈ മാമ്പഴം തിന്നാനുള്ള യോഗമുണ്ട്. അതുകൊണ്ട് അവിടെ അവനത് കൊടുത്തു. അത്ര വരെ പ്രകൃതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വായിലോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ കൊടുത്തു. ഇവന്റെ മുമ്പിൽ വരുമ്പോൾ പിന്നീട് ഇവന്റെ വിവേകമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ മാമ്പഴം കിട്ടി, ശരി, സുഖമായിട്ട് മാമ്പഴം കഴിക്കാം. അപ്പോ ആ പുണ്യം അനുഭവിച്ചു തീർന്നു. പുണ്യം കൊണ്ട് ഒരു മാമ്പഴം അവിടെ വന്ന് വീണു, അത് കഴിച്ചു, ആ പുണ്യം അനുഭവിച്ചു തീർന്നു. മാമ്പഴം കഴിക്കാനുള്ള ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഫലം കിട്ടി, അനുഭവിച്ചു തീർന്നു. അത് ഒരു സെക്ഷൻ. ഇനി ആ മാമ്പഴവും കൊണ്ട് സന്തോഷമായിട്ട് കൂട്ടുകാർക്കും കൂടെ കൊടുക്കാം എന്നുള്ള മനസ്സോടെ പോകുമ്പോൾ അത് അടുത്തൊരു സ്റ്റേജാണ്. അവിടെ ഷെയർ ചെയ്യണം. എനിക്ക് കിട്ടിയ ഈ നന്മയെ മറ്റുള്ളവർക്കും കൂടെ കൊടുക്കണം എന്നുള്ള, ഷെയർ ചെയ്യണം എന്നൊരു സംഗതി വന്ന് കൊടുക്കുമ്പോൾ പുതിയ പുണ്യം ഉണ്ടാവുകയാണ്. എല്ലാവർക്കും ദാനം ചെയ്തു. കിട്ടിയ മാമ്പഴത്തെ സ്വന്തമായിട്ട് മാത്രം ഉപയോഗിക്കാതെ എല്ലാവർക്കും കൊടുക്കുമ്പോൾ പുണ്യത്തിൽ നിന്ന് പുണ്യം ഉണ്ടായി.
വളരെ നല്ല കാര്യമല്ലേ? പുണ്യത്തിൽ നിന്ന് പുണ്യം. അപ്പോ അവനവന്റെ ജന്മത്തിന്റെ പുണ്യവും കിട്ടി, പുതിയ പുണ്യവും കൂടെ ചെയ്യാൻ സാധിച്ചു. അടുത്തത്, പട്ടി എറിഞ്ഞപ്പോൾ എന്തുണ്ടായി? പട്ടി ഒന്നും ചെയ്തിട്ടില്ല, അവിടെ നിൽക്കുന്നുണ്ട്. ഉള്ളിലുള്ള ഒരു വാസന, ഭഗവാൻ നമുക്ക് പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ട് മാമ്പഴം മുമ്പിൽ ഇട്ട് തന്നു. ഉടനെ തന്നെ ഉള്ളിലുള്ള വേറൊരു വാസന എന്താണ്? ആ പട്ടിയോടുള്ള ദേഷ്യം, അതിനെ ഉപദ്രവിക്കണം എന്നുള്ള തോന്നല്, ആ ഒരു വാസന പെട്ടെന്ന് ഉള്ളിൽ വരികയും ഇതെടുത്ത് അതിനെ എറിയുകയും ചെയ്തു. അപ്പൊ എന്തുണ്ടായി? അവിടെ ഒരു പാപകർമ്മവും ചെയ്തു. ആ പട്ടി ഒന്നും ചെയ്തിട്ടില്ല, അവിടെ നിൽക്കുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ, കടിക്കാൻ വന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതിനെ എറിഞ്ഞോടിച്ചു. എറിഞ്ഞോടിച്ചപ്പോ എന്തുണ്ടായി? ഒരു പാപവും കൂടെ അവിടെ വന്നു. അപ്പോ എങ്ങനെയാണ് മനുഷ്യജന്മം കിട്ടി കഴിയുമ്പോ ഈ മനുഷ്യജന്മത്തില് നമുക്ക് ലഭിക്കേണ്ടതായ സുഖങ്ങളെ പുണ്യരൂപേണ പുണ്യത്തിന്റെ ഫലമായിട്ട് തരുമ്പോ ഇതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനുള്ള വിവേകം മനുഷ്യന് മാത്രമേ തന്നുള്ളൂ. അപ്പൊ അതനുസരിച്ച് വേണം ഇവിടെ ഉപയോഗിക്കാൻ. അപ്പൊ ഈ ആത്മീയ ജ്ഞാനം നേടുമ്പോ, ആത്മീയ പടവുകൾ പതുക്കെ പതുക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോ വേദാന്തം പഠിച്ചു തുടങ്ങി എന്നും പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ഒരു പ്രത്യേക ജീവിയെ പോലെ നടക്കരുത്. പലരും സംഭവിക്കുന്ന, നമ്മൾ തന്നെ പലരെയും കാണാലോ, നമ്മൾ എത്രയോ പേരെ കാണുന്നില്ല, എത്രയോ സന്യാസിമാരെയും ഗുരുക്കന്മാരെയൊക്കെ കാണുന്നു. ചില സന്യാസിമാരെ എന്ത് നന്നായിട്ട് പെരുമാറുന്നവരാ, വളരെ നന്നായിട്ട് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളോട് സംസാരിക്കും, നമ്മളെ അനുഗ്രഹിക്കും, വളരെ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു എനർജി നമ്മളിലുണ്ടാവും. അതേസമയം വേറെ ചിലര് ചിരിക്കില്ല, മുഖമേ കടലിൽ കുത്തിയ പോലെ ഇരിക്കും. ഈ വേഷം ഇട്ട് കഴിയുമ്പോൾ ഏതാണ്ട് മുഖത്തിന്റെ ആ സ്പ്രിങ് ഒക്കെ ആയിരിക്കും ടൈറ്റ് ആയ പോലെ, മുഖത്തിലുള്ള പേശികളൊക്കെ ടൈറ്റ് ആയി തോന്നുന്നു ഈ സന്യാസ വേഷം ഇട്ട് കഴിഞ്ഞു. മിണ്ടത്തില്ല, ചിരിക്കത്തില്ല, സാധാരണക്കാരനെ പോലെ പെരുമാറത്തില്ല, ഒരു ആക്സസ് ഇല്ല, നമുക്ക് സമീപിക്കാനേ തോന്നത്തില്ല. അങ്ങനെ ഒരു സന്യാസം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? ലോകത്തിന് എന്ത് പ്രയോജനം? അല്ലെ, സന്യാസം കൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നത് എന്താണ്? ലോക നന്മയ്ക്കാണത്, അല്ലാതെ ആർക്കും വേണ്ടിയിട്ടില്ല. എത്രയോ പേർക്ക് ഉപദേശം കൊടുക്കാനാണ് ഈ സന്യാസ ജീവിതം. എല്ലാം ത്യജിച്ച്, ആഡംബരങ്ങളൊന്നുമില്ലാതെ, അത്യാഗ്രഹങ്ങളൊന്നുമില്ലാതെ, വലിയ ജാടയൊന്നും കാണിക്കാതെ എല്ലാവർക്കും സമീപിക്കാൻ പറ്റുന്ന ഒരു ഗുരുവായി മാറണമെങ്കിൽ എളുപ്പമല്ല. ആ ഗുരുവാണ് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് ആ ഗുരു. അപ്പോഴാണ് ആ ഈശ്വരൻ അവിടെ ഏറ്റവും നന്നായിട്ട് ചൈതന്യത്തോടുകൂടി ഗുരു രൂപേണ എല്ലാവർക്കും ഉപദേശം തരിക. ആ ഉപദേശം വളരെ വിലപ്പെട്ടതല്ലേ? ആ ഉപദേശം ലഭിക്കാനല്ലേ മറ്റ് ജീവന്മാരൊക്കെ ശ്രമിക്കുന്നത്. എല്ലാവർക്കും ഗുരു വേണം, നിർബന്ധമാണ്. ഗുരു അത്യാവശ്യമാണ്, കൂടിയേ തീരൂ. അപ്പോ ഗുരുക്കൾ ഉണ്ടാവണ്ടേ? ഇല്ലെങ്കിൽ എങ്ങനെയാ ഗുരുവിനെ കിട്ടുന്നത്? അപ്പൊ ഗുരു ഉണ്ടാകുമ്പോൾ ഈ ഗുരുവായി മാറുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. അത് മനസ്സിലാക്കാതെ എന്തോ ഒരു പ്രത്യേക സംഗതിയാണെന്നുള്ള നിലയ്ക്ക് പെരുമാറുന്ന എത്രയോ പേരെ നമുക്ക് കാണാം. അപ്പൊ അങ്ങനെയൊന്നും ആകരുത്. നമ്മൾ വേദാന്തം പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറയുന്ന പോലെ, ചക്ക മുറിക്കുമ്പോൾ പശ പറ്റാതിരിക്കാനായിട്ട് കയ്യിൽ എണ്ണ തേച്ച് ചക്ക നേരാക്കുന്ന പോലെ നമ്മൾ ഈ ലോകത്തെ കണ്ടുകൊണ്ട്, എല്ലാവരെയും കണ്ടുകൊണ്ട്, ചിരിച്ചുകൊണ്ട് എല്ലാവരുടെ കൂടെയും കൂടാം. ഒന്നും നമ്മുടെ ദേഹത്ത് പറ്റാതെ കണ്ട്, നമ്മുടെ മനസ്സിനകത്ത് കയറി പറ്റാതെ കണ്ട് നോക്കണം. അപ്പോ ഇവിടെ പറഞ്ഞു വന്നത്, ലോകത്തെ അറിഞ്ഞാൽ മാത്രമേ ഇതിനെ മിഥ്യ സങ്കല്പിക്കാൻ പറ്റുള്ളൂ പിന്നീട്. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത്, ആത്മീയജ്ഞാനം നേടുമ്പോൾ ജഗത്കാര്യങ്ങൾ ഒന്നും പാടില്ല എന്ന് ചിലർ വിചാരിക്കും. അങ്ങനെ അല്ല എന്നിവിടെ പ്രത്യേകം പറയുകയാണ് ഗുരുനാഥൻ. ആത്മീയജ്ഞാനത്തിന് വിപരീതമായതും അതിനെ തടസ്സപ്പെടുത്തുന്നതും ആയ കാര്യങ്ങളിൽ നിന്ന് മാത്രം മാറി നിൽക്കുക. വിപരീതമായിട്ടൊന്നും വന്നാൽ പതുക്കെ ഒഴിഞ്ഞു മാറുക, അത് മാത്രമേ ചെയ്യാവൂ. ലോകജ്ഞാനത്തെ ലോകം മിഥ്യ എന്നറിയുന്നതിന് ഉപയോഗപ്പെടുത്തണം. വലിയൊരു സന്ദേശമാണ്, വളരെ വളരെ വലിയ സന്ദേശമാണ്. ലോകജ്ഞാനത്തെ ലോകം മിഥ്യ എന്ന് അറിയുന്നതിന് ഉപയോഗപ്പെടുത്തണം. അല്ലെ, നല്ല രസമല്ലേ? അതേസമയം കഠിനവുമാണ്. ലോകജ്ഞാനത്തിന് വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുടുങ്ങിപ്പോകരുത്. ലോകജ്ഞാനം വേണം, പക്ഷെ അതിനെ ലോകം മിഥ്യ എന്നറിയുന്നതിന് ഉപയോഗപ്പെടുത്തണം. വളരെ എളുപ്പമാണല്ലോ. കാണുന്നതൊന്നും നിത്യമല്ല എന്നറിയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ?
ഇല്ല. ഇപ്പൊ നമ്മുടെ അടുത്ത സുഹൃത്തായിട്ട് ഒരാൾ വരും, അപ്പോഴും മനസ്സിൽ തീർച്ചപ്പെടുത്താം, നന്നായി സുഹൃത്ത്, നല്ല കാര്യം, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഉടനെ മനസ്സിനകത്ത് പറയാം, ഇത് ശാശ്വതമല്ല, ഇയാൾ ഇപ്പൊ സുഹൃത്താണ്, നാളെ എപ്പോ വേണമെങ്കിലും അയാൾ സുഹൃത്തല്ലാതെ മാറാം. അതേമാതിരി നമ്മളോട് ഒരുപാട് വൈരാഗ്യം, ദേഷ്യമൊക്കെ ഉള്ള ഒരാളെ കണ്ടു, നമ്മുടെ അടുത്ത് വന്നു നിന്നു, നമ്മളെ നോക്കി പോലുമില്ല, സംസാരിച്ചു പോലുമില്ല. അപ്പൊ നമുക്ക് തോന്നാം, എപ്പോ വേണമെങ്കിൽ ആ മാനസികാവസ്ഥയ്ക്ക് മാറ്റം വരാം, ഇതും ശാശ്വതമല്ല. അങ്ങനെ ഓരോന്നിനെയും നമുക്ക് ഇത് ശാശ്വതമല്ല, 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 മാറുന്നതാണ്, വികാരം ഉള്ളതാണ്, മാറ്റമുള്ളതാണ് എന്നിങ്ങനെ സങ്കല്പിക്കാലോ. അങ്ങനെ കുറച്ചു നാൾ സങ്കല്പിക്കുമ്പോഴേക്കും ഒന്നിനോടും ഒരു അറ്റാച്ച്മെന്റും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇതിന്റെ നടുക്ക് കാണുകയും ചെയ്യും. എല്ലാവരോടും സംസാരിക്കുന്നവരായിട്ട് കാണും, ഏറ്റവും നല്ല മനുഷ്യനായിട്ട് നമ്മൾ നീങ്ങുന്നത് കാണാം. പക്ഷെ ഒന്നിനോടും നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അതങ്ങനെ വളർത്തിയെടുക്കണം. ഇവിടെ ജഗത്തിനെ പറ്റിയുള്ള ജ്ഞാനത്തെ തന്ന് ജഗത്തിന്റെ തന്മയെ പുകഴ്ത്തി, ഈ തന്മയാണ് ലോകത്തിനുള്ളത് എന്ന് പറഞ്ഞ് ഒരു ഉദാഹരണം പറഞ്ഞ്, ഈ തന്മയുള്ള ജഗത് മിഥ്യ എന്നാണ് ഇനിയിപ്പോ ആചാര്യസ്വാമി പറയാൻ പോകുന്നത്. ജഗത്തിനെ പറ്റിയുള്ള ജ്ഞാനത്തെ തരും, ജഗത്തിനെ പറ്റിയുള്ള അറിവുകളൊക്കെ പറഞ്ഞു തരും. ജഗത്തിന്റെ തന്മ ഇങ്ങനെയാണ് എന്നുള്ളതിന്റെ തന്മയെ പറയും, അതിനെ പുകഴ്ത്തും. ഈ തന്മയാണ് ലോകത്തിനുള്ളത് എന്ന് പറയും എന്ന് ഒരു ഉദാഹരണം പറഞ്ഞിട്ട്, ഈ തന്മയുള്ള, ഈ ജഗത്തിന്റെ തന്മയുള്ള, ഈ ഉദാഹരണത്തിലുള്ള തന്മയുള്ള ഈ ജഗത്ത് മിഥ്യ എന്ന് മനസ്സിലാക്കൂ എന്ന് പറയും. നാം ഒരു വസ്തു ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ സാധാരണയായി നമ്മൾ എന്താ ചെയ്യാം? ഒരു വസ്തു ഉണ്ട് എന്ന് സ്ഥാപിക്കണം നമുക്ക്. അതിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രണ്ട് കാരണമാണ് പറയുക. രണ്ട് കാരണം നമുക്ക് പറയാൻ പറ്റും. ഇപ്പോ ഒരാൾ പുറത്തുനിന്ന് ചോദിക്കുകയാണ്, വീട്ടിൽ അമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അകത്ത് നമ്മളുണ്ട്, നമ്മളോട് ചോദിക്കുന്നു, അമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. നമ്മൾ നോക്കിയപ്പോ അമ്മ അടുക്കളയിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തു പറയും? ഉണ്ട്, അല്ലെ? അമ്മയുണ്ട് എന്ന് മറുപടി പറയും. അടുക്കളയിൽ അമ്മ ഉണ്ടായിരുന്നു, അപ്പൊ ഉണ്ട് എന്ന് പറയും. ഇവിടെ എക്സിസ്റ്റൻസിന് നാം അവിടെ ഉണ്ട് എന്നുള്ള ഒരു എക്സിസ്റ്റൻസിന് നമ്മൾ കൊടുത്തു. ആ കാരണം അനുഭവമാണ്. അവിടെ അമ്മയുണ്ട് എന്നൊരു എക്സിസ്റ്റൻസ് നമ്മൾ കൊടുത്തത് നമ്മുടെ അനുഭവമല്ലേ? അമ്മയെ അവിടെ കണ്ടതുകൊണ്ടല്ലേ? നമ്മുടെ അനുഭവം, ഇന്ദ്രിയങ്ങൾ വഴിക്കുള്ള കണ്ണുകൊണ്ടുള്ള അനുഭവം അല്ലെങ്കിൽ ശബ്ദം കൊണ്ടുള്ള അനുഭവം ആണ് അവിടെ ഉണ്ട് എന്ന് എക്സിസ്റ്റൻസ് പറയാൻ നമുക്ക് കാരണമായത്. സപ്പോസ് അമ്മ പുറത്തു പോയിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അമ്മ വീട്ടിലില്ല എന്ന് പറയും. കാരണം അപ്പോ അമ്മയുടെ അനുഭവം, അവിടെ അമ്മയെ നമ്മൾ കാണുന്ന ആ ഒരു അനുഭവം നമുക്ക് അപ്പോൾ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? അമ്മ പുറത്തു പോയിരിക്കുകയാണ് എന്ന് പറയും. അപ്പൊ അനുഭവം ആണ് എക്സിസ്റ്റൻസിനെ ഉറപ്പിക്കുന്ന ഒന്ന്. ഇനി ഉടനടി അനുഭവം വന്നാൽ നമുക്ക് അത് സത്യം, ഇമ്മീഡിയറ്റ് അനുഭവം ഉണ്ടെങ്കിൽ നമുക്കതൊരു സത്യമാണ്. ഇത് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഒരു അനുഭവം വന്ന ഉടനെ സത്യം, ഇപ്പോൾ സത്യമാണ് കേട്ടോ, അനുഭവം ഉണ്ടായി. അനുഭവിച്ചാൽ നമ്മൾ പറയും അതുണ്ട്. ഇത് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളിൽ ഉള്ള ഒരു സംഗതിയാണ്. ഒരു ജന്മമൊന്നുമല്ല, എത്രയോ കോടി ജന്മങ്ങളായിട്ടുള്ളതാണ് അകത്ത് ഈ ഒരു സംഭവം. അനുഭവം വന്നാൽ ഉടനെ അത് സത്യമാണ് എന്ന് ഉറപ്പിക്കുക. ശരിയല്ലേ? നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മൾ ഏതിനെയാണ് സത്യം എന്ന് പറയുന്നത്? എല്ലാ അനുഭവത്തെയും നമ്മൾ സത്യം എന്ന് പറയുന്നു. ഇപ്പൊ കുറെ മാറ്റം വന്ന് കാണും. കുറെ ഉപനിഷത്ത് പഠിച്ചിട്ട് ഒരു എന്താ പറയാ, മാറ്റം എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് കടന്നിട്ടില്ല, ഇപ്പുറത്തുനിന്ന് വിട്ടു, പക്ഷെ അപ്പുറത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ള നിലയിലാണ്. ഇവിടെ നിന്ന് വിട്ടു, പറയില്ലേ, ഇല്ലത്തെന്ന് പുറപ്പെട്ടു അമ്മാത്തെത്തിയില്ല എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ മാതിരി ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അനുഭവം സത്യമല്ല എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അനുഭവം സത്യമാണോ ആണോ എന്നിപ്പോ പറയുകയും ചെയ്യും, അല്ലെ? ഓരോ കാര്യങ്ങൾ വരുമ്പോ. അപ്പോ നല്ലൊരു സ്ഥലത്ത് അപ്പൊ നിൽക്കുന്നത്. അങ്ങോട്ട് പോയിട്ടില്ല, ഇവിടുന്ന് വിട്ടു, അങ്ങോട്ട് എത്തിയിട്ടില്ല, പക്ഷെ നമുക്ക് എത്തണം. ആചാര്യസ്വാമി നമ്മുടെ കൈ പിടിച്ചോണ്ട് മുന്നോട്ട് പോവാണല്ലോ. ആചാര്യസ്വാമിയുടെ കൈ വിടാതെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മൾ
അവിടെ എത്തും. ചിലതൊക്കെ അനുഭവിച്ചാലും ഇല്ല എന്ന് പറയും. അങ്ങനൊരു കാര്യം കൂടി ഉണ്ട്. അനുഭവിച്ചാൽ സത്യം എന്ന് പറയും. ചിലത് അനുഭവിച്ചാലും നമ്മൾ ഇല്ല എന്ന് പറയും. അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ, മരുഭൂമിയിലെ ജലത്തെ കാണുന്നതാണ് വേദാന്തത്തിൽ മുഴുവൻ പറയുന്ന ഉദാഹരണം. മരുഭൂമിയിലെ ജലം നടന്നു പോകുമ്പോൾ ദൂരെ മരുഭൂമിയിൽ ജലം കാണുന്നു, റോഡിൽ ഇങ്ങനെ ജലം പോലെ കാണും. വീണ്ടും അതിനെ ലക്ഷ്യമാക്കി അടുത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇല്ല. അപ്പൊ കുറെ ദൂരെ പിന്നെയും കാണും. അല്ലെങ്കിൽ നമ്മൾ വന്ന സ്ഥലത്ത് തിരിഞ്ഞു നോക്കി അവിടെ കാണും. അപ്പോ അനുഭവം, ഇന്ദ്രിയം എന്താ അനുഭവം തരുന്നേ? അനുഭവം എന്ന് പറഞ്ഞാൽ വെള്ളം എടുത്ത് കുടിച്ചു എന്നുള്ളതല്ല. ഇന്ദ്രിയം തരുന്ന അനുഭവം എന്താണ്? കണ്ണ് എന്ന ഇന്ദ്രിയം തരുന്ന അനുഭവം എന്താണ്? അവിടെ വെള്ളം ഉണ്ട് എന്ന്. കണ്ണ് തരുന്നതാണ് അവിടെ വെള്ളമുണ്ട് എന്നൊരു അനുഭവമാണ് കണ്ണ് തരുന്നത്. പക്ഷെ അതുണ്ടോ? ഇല്ല. നമുക്ക് തന്നെ പറയും, നമ്മൾ തന്നെ പറയും ഇല്ല, അതൊരു തോന്നലാണെന്ന് നമ്മൾ പറയും, ഇല്ലേ? അനുഭവമാണ്, പക്ഷെ തോന്നല. ദൂരെ കാണും, ഉണ്ടെന്ന് തോന്നും, അടുത്ത് ചെല്ലുമ്പോ ഇല്ല. അതേപോലെ പറയും, വേദാന്തത്തെ എപ്പോഴും പറയുന്നതാണ് ആകാശത്തിന്റെ നിറം. നമ്മളെന്താ ആകാശത്തിന്റെ നിറം പറയാൻ? എന്താണ് ആകാശത്തിന്റെ നിറം? നമ്മളൊക്കെ പറയും നീല, അല്ലേ? സ്കൈ ബ്ലൂ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ തുണിയൊക്കെ എടുക്കാനായിട്ട്. എന്ത് കളർ ഷർട്ട് വേണം? സ്കൈ ബ്ലൂ. സ്കൈ ബ്ലൂ ആയിട്ട് വെച്ചിരിക്കുക, അങ്ങനെ തീരുമാനിച്ചിരിക്കുക. സ്കൈ ബ്ലൂ ആണോ? ആകാശം നീലയാണോ? ഇത്രയും പഠിച്ച നമുക്കറിയാം അങ്ങനെ ഒരു പ്രത്യേക ഒരു നിറവില്ല. ആകാശം ഒരു സ്ഥലമാണ്, സ്പേസ് ആണ്, അതിന് നിറമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്താ പറയാ? ആകാശം നീല, അതേ നോക്കൂ, അതാ കാണുന്നു, നീല നിറമല്ലേ ആകാശത്തിന്? അനുഭവമുണ്ട്, സത്യമല്ല. അനുഭവമുണ്ട്, സത്യമല്ല. നീലയായിട്ട് തോന്നുന്നു, നീലയല്ല. അടുത്തതായിട്ട്, ഏത് ഉപയോഗത്തിൽ വരുന്നുവോ അതിന് നാം ഇരിപ്പ് പറയും. ഉപയോഗം, പ്രയോജനവും കൂടെ അടുത്തതായിട്ട് നോക്കും. ഒന്ന് അനുഭവം പറഞ്ഞു, പിന്നെ ഇനി വരുന്നു എക്സിസ്റ്റൻസിന് ഒരു അനുഭവം പറഞ്ഞു, ഇനി അടുത്തത് പറഞ്ഞു പ്രയോജനം. ഏത് വസ്തുവിനും ഒരു പ്രയോജനം ഉണ്ടാകും. ഏത് ഉപയോഗത്തിൽ വരുന്നു അതിന് നാം സത്യം എന്ന് പറയും. ഉപയോഗത്തിൽ പ്രയോജനത്തിൽ വരുന്നതിന് നാം സത്യം എന്ന് പറയും. ഉണ്ട്, സത്യമാണ് എന്ന് പറയും. പ്രയോജനം പ്രത്യേകിച്ച് ഓർക്കുക, അനുഭവവും പ്രയോജനവും രണ്ടുമാണ് വരുന്നത്. എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഏതാണോ ഉണ്ടായിട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ചു, അവിടുന്ന് പ്രയോജനവും കൂടെ തരുന്നു. പ്രയോജനം ഉണ്ട്, എക്സിസ്റ്റൻസിൽ ഉണ്ട് എന്ന് മനസ്സിലായി. ഏതാണോ ഉണ്ടായിട്ട്, അതുണ്ട്, ഉണ്ടായിട്ട് പ്രയോജനം തരുന്നുവോ അതിനെ ഇല്ല എന്നും പറയുന്നു. അതിനെ ഇല്ല എന്ന് പറയുന്നു. പ്രയോജനം തരുന്നു പക്ഷെ ഇല്ലെന്ന് പറയും. പിന്നെ പ്രയോജനം കാണാത്തതിനെ നോൺ എക്സിസ്റ്റൻസ് എന്ന് കൽപ്പിക്കുന്നു. പ്രയോജനമുള്ളതിന് എക്സിസ്റ്റൻസിനെ നാം കൊടുക്കുന്നു. അത് പൂർവജന്മ സംസ്കാരമാണെന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രയോജനമുള്ളത്, നമുക്ക് എന്തെല്ലാം പ്രയോജനമുണ്ടോ അത് ഉണ്ട്, സത്യം എന്ന് നമ്മൾ പറയും. നമ്മൾ പറഞ്ഞു പോകും, ഉണ്ട്, സത്യമാണ്, അതിൻ്റെ ഇന്ന പ്രയോജനമുണ്ടല്ലോ എന്ന് പറയും. കാരണം അത് പൂർവജന്മ സംസ്കാരമാണ് എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. പൂർവജന്മ സംസ്കാരം അത്രയും ശക്തമാണ്. എക്സിസ്റ്റൻസിനെ പറയും പ്രയോജനമുള്ളപ്പോൾ. ഇപ്പോ നേരത്തെ പറഞ്ഞ മരുഭൂമിയിലെ ജലം അത് മിഥ്യയാണ്. ഓക്കെ, ആ വെള്ളം നമ്മൾ ദൂരെ കണ്ടു, ഒരു ഇന്ദ്രിയം അതിനെ കണ്ണുകൊണ്ട് കണ്ടിട്ട് വെള്ളമാണ് എന്ന് പറഞ്ഞു. പിന്നീട് അത് മിഥ്യയാന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ വെള്ളം ഒരാൾക്ക് കുടിക്കാൻ കൊടുക്കുക. കുടിക്കാൻ കൊടുത്തിട്ട് അയാൾ വെള്ളം കുടിക്കുന്നു. അപ്പൊ അയാളോട് പറയുന്നു അത് മിഥ്യയാണ് എന്ന് പറയാൻ സമ്മതിക്കുമോ? ഇല്ല. കാനൽ നീരിന്റെ കാര്യത്തിൽ, അതായത് മരുഭൂമിയിലെ നീരിന്റെ കാര്യത്തിൽ അത് മിഥ്യയാണ് ആ വെള്ളം എന്ന് പറഞ്ഞപ്പോ ഓക്കെ. ഇവിടെയോ വെള്ളം കുടിക്കാൻ കൊടുത്തിട്ട് വെള്ളം മിഥ്യ എന്ന് പറഞ്ഞാലോ സമ്മതിക്കുമോ? ഇല്ല. കാരണം എന്താണ്? എന്റെ ദാഹം മാറിയല്ലോ, അനുഭവം വന്നല്ലോ. എന്റെ ദാഹം മാറി, അത് അനുഭവമാണ് എനിക്ക്. അപ്പൊ പിന്നെ എങ്ങനെയാ വെള്ളം മിഥ്യയാവുന്നേ? നല്ല രസകരമായിട്ടുള്ള ഭാഗങ്ങളാണ്, ഒത്തിരി കോംപ്ലിക്കേറ്റഡുമാണ്.
വെള്ളം കുടിക്കാൻ കൊടുത്തു, മരുഭൂമിയിലെ വെള്ളത്തെ കണ്ടപ്പോൾ അതും മിഥ്യയാണെന്ന് പറഞ്ഞു. ഇവിടെ വെള്ളം കുടിക്കാൻ കൊടുത്തു, വെള്ളം കുടിച്ചു, മിഥ്യയാണെന്ന് പറഞ്ഞാൽ അയാൾ സമ്മതിക്കത്തില്ല. കാരണം അനുഭവമുണ്ട്, എന്റെ ദാഹം മാറി, ദാഹിച്ചിരിക്കുന്ന എനിക്ക് വെള്ളം കിട്ടിയപ്പോൾ എന്റെ ദാഹം മാറി, സത്യമല്ലേ? പിന്നെ എങ്ങനെയാ മിഥ്യയാവണേ? വെള്ളം സത്യമാണല്ലോ. പ്രയോജനമില്ലെങ്കിൽ അത് ഇല്ലാത്തതിന് സമമാണ്. ആ വസ്തു, ഒരു വസ്തുവിന് പ്രയോജനമില്ലെങ്കിൽ അത് ഇല്ലാത്തതിന് സമമാണ്, അല്ലേ? ആ വസ്തു ഉണ്ടായിട്ട് പിന്നെ എന്താ കാര്യം? തർക്കശാസ്ത്രത്തില് അന്യതാസിദ്ധ എന്നൊരു വാക്ക് പറയും. നമുക്ക് കൂടുതലൊന്നും ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അന്യതാസിദ്ധ എന്ന് പറയും. ഒരു ഓബ്ജക്റ്റിനെ അന്യതാസിദ്ധ എന്ന് അവർ പറയുമ്പോൾ ആ വസ്തു ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരുപോലെ എന്നർത്ഥം. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേ സംഗതി. അതിനാണ് അന്യതാസിദ്ധ എന്ന് പറയാ. ആര്? തർക്കശാസ്ത്രത്തിന്റെ ആൾക്കാർ. ഓക്കെ. ഉദാഹരണത്തിന്, ഒരാള് കളിമൺ പാത്രം ഉണ്ടാക്കുന്നു. കളിമൺ പാത്രത്തിന് കാരണം എന്താണ്? കളിമണ്ണാണ്, അല്ലെ? കാരണം കാര്യം വരുമ്പോ പാത്രം, കാരണം കളിമൺ. അപ്പോ ഈ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ തൊട്ടപ്പുറത്ത് ഒരു കഴുത ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇയാള് പാത്രം ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു കഴുത. വേറൊരു സ്ഥലത്ത് വേറൊരാള് പാത്രം ഉണ്ടാക്കുന്നു, അവിടെ കഴുത ഇല്ല. ആദ്യത്തെ ആൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഒരു കഴുത നോക്കി നിൽക്കുന്നുണ്ട്, മറ്റേ സ്ഥലത്ത് കഴുതയില്ല. അപ്പൊ ഒരു കുട്ടി ചോദിക്കുന്നു, കഴുത വന്ന് നിന്നാലേ പാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ആദ്യത്തെ സ്ഥലത്ത് കഴുതയെ കണ്ടു, രണ്ടാമത്തെ സ്ഥലത്ത് കഴുതയില്ല. അപ്പൊ ചോദിക്കുന്നു, ആദ്യത്തെ ആളോടാ ചോദിക്കുന്നത്, ഈ കഴുത ഇവിടെ വന്ന് നിന്നാലേ പാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? അവിടെ കഴുത നിൽക്കുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്, അപ്പുറത്തെ കഴുത ഇല്ല. അപ്പോ ഈ കഴുത ഒരു സ്ഥലത്തുണ്ട്, മറ്റേ സ്ഥലത്തില്ല. അപ്പൊ ഈ പാത്രം ഉണ്ടാക്കുന്ന സ്ഥലത്തുള്ള കഴുതയെ അന്യതാസിദ്ധ എന്ന് പറയും. അതിനെയാണ് അന്യതാസിദ്ധ. അതവിടെ ഉണ്ടായില്ലെങ്കിലും പാത്രം ഉണ്ടാക്കുന്നതുമായിട്ട് ഒരു ബന്ധമില്ല, അവിടെ നിൽക്കുന്ന മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അന്യതാസിദ്ധ എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വേദാന്തത്തില് ഇത് മുഖ്യമാണ്, വളരെ മുഖ്യമായിട്ടുള്ളൊരു കാര്യം വേദാന്തത്തിൽ. ഇനി പറയുന്ന കാര്യം കേൾക്കുമ്പോഴാണ് അതിന്റെ കാര്യം മനസ്സിലാവുക. വേദാന്തത്തില് ഇത് വളരെ മുഖ്യം. ഏത്? അന്യതാസിദ്ധ എന്നുള്ളത്. നമ്മള് വീട്ടില് നമ്മൾ ഓരോരുത്തരും അന്യതാസിദ്ധ ആയിത്തീരുന്നൊരു ദിവസം വരും. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില് നമ്മള് ഓരോരുത്തരും അന്യതാസിദ്ധ ആയിത്തീരും. നമ്മുടെ പ്രസൻസ് കുറെ കഴിയുമ്പോൾ അന്യതാസിദ്ധ ആക്കും. ഒരു പ്രയോജനവും നമ്മളെ കൊണ്ടുണ്ടാവില്ല. പറഞ്ഞല്ലോ, കഴുത എവിടെ വന്നാലും കഴുതയെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം വല്ലോട്ടോ പാത്രം ഉണ്ടാക്കുന്നതിന് ഇല്ല എന്ന് പറഞ്ഞ പോലെ നമ്മള് നമ്മുടെ ഗൃഹത്തില് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാളായി മാറുന്നൊരു സമയം വരും. ചിന്തിച്ചു നോക്കി അറിയാം. ഇപ്പൊ ചിലരുടെ വീട്ടിലൊക്കെ അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാകും. വളരെ ശരിയല്ലേ? ആഴ്ന്ന് ചിന്തിക്കുക. നമ്മളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും. അതിന് മുമ്പേ വിട്ടു പോകണം എന്നാണ് ആഗ്രഹം എല്ലാവരുടെ. സാധിച്ചൊന്നും വരില്ല, പറയാൻ പറ്റില്ല, കർമ്മഫലം എങ്ങനെയാണെന്നറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ചിലപ്പോ അങ്ങനെ സംഭവിച്ചേക്കാം. എങ്ങനെ? നമ്മൾ ഉണ്ടാകും, പക്ഷെ നമ്മളെ കൊണ്ട് ഒരു പ്രയോജനവും മറ്റുള്ളവർക്ക് ഉണ്ടാകില്ല. അന്യതാസിദ്ധ ആയി ജീവിക്കേണ്ട കാലം ഉണ്ടാകാം. ആ സമയം നമ്മുടെ മനസ്സിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവും. എന്താണ്? ഐ ആം റിജക്റ്റഡ് എന്ന് തോന്നും. നിറയെ പേരില് ധാരാളം അനുഭവം ഉണ്ട് അങ്ങനെ. എന്താണ് അവര് പറയും? നമ്മൾ കാണാൻ ചെല്ലുമ്പോ പറയും, എന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഇവിടെ ആർക്കും എന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, എന്നാ
ദൈവം എന്നെ അങ്ങോട്ട് എടുക്കണമില്ല, ദൈവം എന്നെ അങ്ങോട്ട് എടുക്കുന്നില്ല, എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല, എന്നെ ആർക്കും വേണ്ട, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. നോക്കുന്നവരുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. നോക്കാത്തവരുണ്ട്. നോക്കുന്നുണ്ടെങ്കിലും മനസ്സിങ്ങനെ പറയുന്ന കേസ് കെട്ടുകളും ഉണ്ട്. എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ 1-2 പേരെ ഞാൻ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടായി. പ്രായമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ചെന്ന് കഴിഞ്ഞപ്പോ കണ്ടു വർത്താനൊക്കെ പറഞ്ഞു, ആർക്കും വേണ്ട, ഞാൻ ആർക്കും വേണ്ടാത്ത ഒരാളായി മാറി. ഭക്ഷണം പോലും സമയത്തിന് തരുന്നില്ല, വിശപ്പുണ്ടോ എന്ന് ചോദിക്കാറില്ല, എന്തെങ്കിലും ഇവിടെ കൊണ്ടുവച്ചിട്ട് പോവും എന്ന് പറയുകയാണ്. പക്ഷെ സത്യാവസ്ഥ അതൊന്നുമല്ലായിരുന്നു. കറക്റ്റായിട്ട് ഭക്ഷണം കൊടുക്കും, നന്നായിട്ട് കഴിക്കും, എല്ലാം ഓക്കെയാണ്, ശ്രദ്ധിക്കുന്നുമുണ്ട്. പക്ഷെ മനസ്സങ്ങ് മാറിയിട്ട് ഇങ്ങനെയാണ് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിച്ചിട്ട് നമ്മൾ ചെല്ലുമ്പോൾ കഴിച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുള്ളൂ, അവർ പാത്രമൊക്കെ എടുത്ത് കൊണ്ടുപോയി കഴിയുള്ളൂ. നമ്മളോട് പറയുന്നത് ഇവരൊന്നും തരുന്നില്ല, ആരും എന്നെയൊന്നും ശ്രദ്ധിക്കില്ല, ഞാനിവിടെ വേണ്ടാതെ കിടക്കുക. ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരിക്കുക. നിറയെ സ്ഥലങ്ങളിലുണ്ട് ഈ പ്രശ്നം. അപ്പൊ നമ്മളിതൊക്കെ നോക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും ആകാതെ ഇരിക്കട്ടെ ഭഗവാനെ, എൻ്റെ മനസ്സിനെ ഇങ്ങനെയൊന്നും ആകാൻ വഴി കൊടുക്കരുത്, ഞാൻ നാമം ജപിച്ചോളാം, ഇഷ്ടംപോലെ ജപിച്ചോളാം ഭഗവാനെ, ജപിച്ചുകൊണ്ടേ ഇരിക്കുക, ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി തരണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇത് പറയുന്നു. അപ്പോ ഞാൻ റിജക്റ്റഡ് ആയി എന്നുള്ളൊരു തോന്നല് നിസ്സാരമൊന്നുമല്ല. അതിന്റെ പേരെന്താണെന്നറിയാമോ? അതാണ് സംസാരം. ഇതാണ് സംസാരം. ആ ഒരു സ്റ്റേജിൽ വന്നിട്ട് ഞാൻ ആർക്കും വേണ്ടാത്തവനായി, എന്നെ ആർക്കും വേണ്ട എന്ന് പറയുന്ന ആ സമയത്തെ ഒരു വിഷമമുണ്ടല്ലോ, അതിനെയാണ് സംസാരം എന്ന് ആചാര്യസ്വാമി പറഞ്ഞിരിക്കുന്നത്. എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്റെ എക്സിസ്റ്റൻസ് പോലും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഞാൻ ഇവിടെ ഉണ്ട്, ഇല്ലേ? കേട്ടില്ലേ? ഞാൻ ഇവിടെ ഉണ്ടെന്നൊരു വിചാരം പോലും നിങ്ങൾക്കാർക്കും ഇല്ലല്ലോ, അല്ലേ? കിടപ്പാവണ്ട, അതിന് മുമ്പേ തന്നെ ഉണ്ട് ഈ സംഭവം. എന്താ വെച്ചാൽ പുതിയ തലമുറ, പുതിയ പിള്ളേര്, പുതിയ ആൾക്കാർ വരുമ്പോ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി, പഴയതായി. പക്ഷെ പോയിട്ടുമില്ല, കാര്യങ്ങളൊക്കെ നടത്തി അവനവന്റെ കാര്യങ്ങൾ നടന്ന് പോകുന്നുണ്ട്. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മളോട് അവർ പറയില്ല, കാര്യം നമുക്ക് പറഞ്ഞു മനസ്സിലാവത്തില്ല. ഈവൻ മൊബൈലിന്റെ കാര്യം പോലും പലതും നമുക്കൊന്നും ഉപയോഗിക്കാൻ അറിയില്ല, അവർക്ക് ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ചിലതൊക്കെ പറയാം, ഇന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്ന് പറയും, ഇല്ലേ? നമ്മൾ കോമൺ ആയിട്ട് വരുന്നൊരു സംഭവം. അങ്ങനെ കുറച്ച് അവര് നമ്മളെ ശ്രദ്ധിക്കത്തില്ല. നമ്മളെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന സമയം ധാരാളം ഉണ്ട്. ഇപ്പൊ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ കാര്യമായിട്ട് ശ്രദ്ധിക്കൊന്നുമില്ല, അവരവരുടെ കാര്യങ്ങൾ നോക്കും. നമ്മളും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ. അപ്പൊ നമ്മളിത് ഉൾക്കൊള്ളണം, ഇത് ഉൾക്കൊള്ളാത്തവർക്കാണ് സംസാരമാകുന്നത്, ഉൾക്കൊള്ളുന്നവർക്ക് സംസാരമൊന്നുമില്ല. അപ്പൊ നമ്മൾ വിചാരിക്കണം എന്നാ, നന്നായി ഒരു ഡിറ്റാച്ച്മെന്റ് വേണമല്ലോ, എനിക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കട്ടെ, എനിക്ക് ആരുടെയും കാര്യം അറിയണ്ട. അത് നമ്മുടെ ഏറ്റവും ഹയർ സ്റ്റേജിലേക്ക് നമ്മൾ വരുന്നതാണ്. എനിക്ക് ആരുടെയും കാര്യങ്ങൾ അറിയേണ്ടതില്ല. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഭഗവാന്റെ, മറ്റുള്ളവരെ അറിയേണ്ട കാര്യമില്ല, അവനവനെ അറിയുക എന്നുള്ളത്. ആ സ്റ്റേജിലേക്ക് നമ്മൾ വരണം. അങ്ങനെ വരുമ്പോ ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഈ റിജക്റ്റഡ് ആണ് ഒരു തോന്നലും ഉണ്ടാവില്ല. റിജക്റ്റഡ് ആണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാ? അവര് നമ്മളെ വകവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണ്. അങ്ങനെ ആഗ്രഹിക്കാത്തതിന് റിജക്ഷൻ ഒന്നുമില്ല. ഐ ആം വെരി ഹാപ്പി, ഞാൻ ഒന്നിലും ഇടപെടുന്നില്ല, എന്നെ ആവശ്യമില്ലാത്തൊരു കാര്യങ്ങൾ ആരും അറിയിക്കാറില്ല, ഞാൻ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു, ഒരു പ്രശ്നമില്ല, ഐ ആം വെരി ഹാപ്പി. അതാണ് അവനവനില് സന്തോഷം കാണുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. സുഖമാണ്, ഒന്ന് ശ്രമിച്ചു നോക്കുക. അവനവനിൽ സുഖം കാണുക, കുറേ നേരം ചുമ്മാ ഇരിക്കുക. സുബ്രഹ്മണ്യ സാർ ഇപ്പോ അത് വളരെ ശരിയാണെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ അദ്ദേഹം അത് അനുഭവിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നോട് സംസാരിക്കാറുണ്ട്. ആ ഒരു സുഖം വളരെ കറക്റ്റാണ്. എന്തൊരു സുഖമാണെന്നറിയാം, വളരെ രസമാണ്. ആവശ്യമില്ലാത്ത എന്തിനാ അറിയണേ? 100 കൂട്ടം കാര്യം അറിയേണ്ട ഒരു കാര്യമില്ല, അറിഞ്ഞ് വെറുതെ മനസ്സിനെ നശിപ്പിക്കാന്നല്ലാതെ. മാത്രമല്ല, അങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴാണ് എന്നോടിത് പറഞ്ഞില്ലല്ലോ എന്ന് തോന്നുന്നത്. ഇന്നലെ ഒരാൾ 10 കാര്യം പറഞ്ഞു, ഇന്ന് ഒരാളൊരു 5 കാര്യം പറഞ്ഞു, നാളെ ആരും ഒന്നും പറഞ്ഞില്ല. ഉടനെ എന്തായി? എന്നോട് ആരും ഒന്നും പറയുന്നില്ല, എന്നെ ആർക്കും വേണ്ട. പോയില്ലേ, പണിയായില്ലേ അവിടെ? ആരാ സംസാരത്തെ വരുത്തി വെച്ചത്? നമ്മൾ തന്നെ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോ മാത്രമല്ല, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് 10 പേർ അറിഞ്ഞോട്ടെ. നല്ല കാര്യം ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ അറിയണം. അദ്ദേഹത്തിന് ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ, സുഖമായില്ലേ? അല്ലെങ്കിൽ ഫോൺ വിളിക്കും, അതെ അറിഞ്ഞില്ലേ, എന്തോന്ന് അറിഞ്ഞ് നേരം വിളിക്കുമ്പോ ഇല്ല അറിഞ്ഞില്ല,
ആ ഒരു സംഭവം ഉണ്ടായി ഇല്ലേ? ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഫോൺ വരാറില്ലേ? നേരെ മറിച്ച് ഇപ്പൊ എനിക്ക് ആ അനുഭവം ഉണ്ട്. എന്നെ ആവശ്യമില്ലാതെ ആരും വിളിക്കാറില്ലേ? എന്റെ സ്വന്തം കാര്യം ഞാൻ പറയാം. ആവശ്യമില്ലാതെ ആരും വിളിക്കാറില്ല. കാരണം നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല, ഒന്നിലും ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. മാത്രമല്ല ബിസി ആണെന്ന് പറയും. ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു ടെക്നിക്കാണ്. നിങ്ങളോട് ആരോടും അല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ടെക്നിക്ക് പറയും. ഞാൻ ഇത്തിരി തിരക്കിലാണ്, എനിക്ക് അപ്പൊ ആ കാര്യം അറിയണമെന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലായിക്കോളും. അങ്ങനെ തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞതുകൊണ്ട് ഇപ്പോ വളരെ സന്തോഷമാണ്. ആവശ്യമില്ലാത്ത കോളുകൾ വരാറില്ല, സുഖമാണ്. അപ്പൊ നമുക്ക് അപരോക്ഷാനുഭൂതി എഴുതുകയും വായിക്കുകയും പഠിക്കുകയും വീണ്ടും കേൾക്കുകയും ഒക്കെ ചെയ്യാലോ. അപ്പൊ ആ റിജക്റ്റഡ് എന്നൊരു സംഭവമേ നമുക്ക് ഉണ്ടാവില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞെങ്കിലും വളരെ സീരിയസ് ആണ്. എന്താ വെച്ചാൽ പലരെയും കണ്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ സംസാരം. എനിക്കത് ശങ്കരാചാര്യസ്വാമി ഇതിനകത്ത് നമ്മുടെ ഗുരുനാഥൻ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ശരിയാണെന്ന് തോന്നി. ഇതാണ് സംസാരം, ഏറ്റവും വലിയ സംസാരം അതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ മരിക്കും. അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ എന്തായി? ഒരു തൃപ്തിയുമില്ലാതെ മരിക്കുന്നേ. തൃപ്തി ഇല്ലെന്ന് മാത്രമല്ല, തൃപ്തി ഇല്ലാത്തതിന്റെ മൂർധന്യത്തിലാണ് മരിക്കുന്നത്. എന്നെ ആർക്കും വേണ്ട, എന്നോട് ആരും ഒന്നും പറയുന്നില്ല, ഇതിനുള്ള അതൃപ്തി എന്താ വരാനുള്ള? അങ്ങനെ മരിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കുക. നമ്മളെ റിജക്ട് ചെയ്യേണ്ട നമ്മൾ അങ്ങോട്ട് റിജക്ട് ചെയ്തേക്കാം, പ്രശ്നം തീർന്നല്ലോ, സുഖമായിട്ടിരിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോ മോക്ഷലക്ഷണം പറയുമ്പോ ജ്ഞാനിയെ സ്വമഹിംനി എന്നൊരു വാക്ക് ഉപയോഗിക്കും. സ്വമഹിംനി എന്ത് രസമായിട്ടുള്ള പദമാണെന്നറിയോ? സ്വമഹിംനി, സ്വന്തം മഹിമയിലിരിക്കുന്നവൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് സ്വമഹിംനി എന്ന്. മഹിംനി അതായത് എൻ്റെ സ്വന്തമായിട്ടുള്ള മഹിമയില് ഞാൻ രമിച്ച് ഇരിക്കും. ഒരു പ്രശ്നമില്ല, ആരെയും ബാധിക്കില്ല. ഒരാളുടെ സർട്ടിഫിക്കറ്റും വേണ്ട, വേറൊരാളുടെ ഒന്നും വേണ്ട. അവനവനിൽ സുഖമായിട്ടിരിക്കുക. ഇവിടെ അപ്രീസിയേഷനും ഇല്ല, റിജക്ഷനും ഇല്ല. ആരും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട. അവനവനറിയാലോ ഞാൻ ആരാന്ന് എനിക്ക് സ്വയം അറിയാം. ആരാ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട? ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ട. ഇനി ആരെങ്കിലും റിജക്ട് ചെയ്യും, ഒരാൾ റിജക്ട് ചെയ്താൽ നമുക്ക് പ്രശ്നമല്ല, നമ്മൾ ആ റിജക്ഷൻ നോക്കുന്നേ ഇല്ല. അപ്പൊ എന്തായി? ശോകമില്ല. അതിന്റെ ഏറ്റവും വലിയ ഗുണം ശോകം ഉണ്ടാവില്ല. ശോകമല്ലേ സംസാരത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത്. സംസാരത്തിൽ ശോകം ആണ് പ്രശ്നം. സുഖം മാത്രമാണ് ഈ പ്രശ്നമല്ല, ശോകം, സുഖദുഃഖങ്ങൾ. ആ ദുഃഖമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, സുഖമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. സുഖം കിട്ടാതാവുമ്പോൾ ദുഃഖമാവുന്നതാണ് പ്രശ്നം. അപ്പൊ ശോകം വലിയൊരു വിഷയമാണ്. എല്ലാവരും ശോകത്തിലാണ്. അമ്പലങ്ങളിലൊക്കെ തിരക്ക് കൂടി വരുന്നു, തൊഴാൻ തിരക്ക് കൂടി വരുന്നു, എല്ലായിടത്തും തിരക്ക് കൂടുതലാണ്. എന്ത് പരിപാടിക്കും, ആത്മീയ പരിപാടികൾക്കാണെങ്കിലും കേൾക്കാനായിട്ടൊക്കെ വരും, എല്ലാം ശോകമുണ്ടുള്ളി. അതുകൊണ്ടാണ് ശോകമാണ് ഈ മനുഷ്യനെ മുന്നോട്ട് ഈ വക കാര്യങ്ങളിലേക്ക്, വഴിപാട് മറ്റത് മറിച്ചതിലേക്കൊക്കെ കൊണ്ടുപോകും. അപ്പൊ ആ ശോകമുള്ളവർ അവനവന്റെ മഹിമയെ അറിയുന്നില്ല, സ്വന്തം മഹിമയെ അറിയുന്നില്ല. അവരെ സ്വന്തം എക്സിസ്റ്റൻസിനെ അവനവൻ വാലിഡേറ്റ് ചെയ്യണം. അവനവൻ തന്നെ വാലിഡേറ്റ് ചെയ്യണ്ടേ. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്നതേയില്ല ഈ സ്വമഹിമയിലുള്ളവർ. മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊരു ചിന്തയേ ഇല്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ എന്നെ കുറിച്ച് ആരെന്ത് വേണമെങ്കിൽ വിചാരിച്ചോട്ടെ എന്ന് വിചാരിക്കും, ഒരു പ്രത്യേക സുഖം കിട്ടും. അത് പ്രാക്ടിക്കലാക്കണം. അല്ല കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങേരെ എന്ത് വിചാരിച്ചോ എന്ന് വിചാരിച്ചാൽ പോയി, സംഗതി പോയി, അവിടെ പോയി. ഇത് പ്രാക്ടിക്കലി കൊണ്ടുവന്ന് ഈ സുഖത്തെ അനുഭവിച്ചു തുടങ്ങിയാൽ ആരെന്ത് വിചാരിച്ചാലല്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാം തള്ളിക്കളെ, ഒന്നും നമ്മുടെ മേത്ത് വരികയില്ല. അപ്പോ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയെ സ്വമഹിംനിയിലുള്ളവനില്ല. സ്വമഹിംനിയില് ജീവിക്കാൻ പഠിക്കുക. ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു സംഭവം ഉണ്ട്. എന്താണെന്നറിയാവോ? വ്യവഹാരക്ഷമഃ. വ്യവഹാരക്ഷമഃ അതായത് കേപ്പബിൾ ആയിട്ടുള്ളത്, യൂട്ടിലിറ്റി ഉള്ളത്. കളിമൺപാത്രം ഉണ്ടാക്കുവാൻ അവിടെ കഴുതേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു, അന്യതാ സിദ്ധ എന്ന് പറഞ്ഞു. പക്ഷെ കളിമണ്ണോ? കളിമൺ വ്യവഹാരക്ഷമമാണ്. കുശവന്റെ അത് ഉണ്ടാക്കുന്ന ആളുടെ ടാലന്റ് വ്യവഹാരക്ഷമ.
അപ്പോ ആ ഒരു വലിയൊരു വാക്ക് വരുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് ഓർക്കുക, ഒരു വാക്ക് വരുന്നുണ്ട്, വ്യവഹാരക്ഷമ. അപ്പോ പാത്രം ഉണ്ടാക്കുവാൻ അത് വേണം. കളിമണ്ണ് വേണം, കുശവന്റെ ടാലന്റ് വേണം. അതേസമയം അന്യതാസിദ്ധമായിട്ടുള്ള കഴുത ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് വ്യവഹാരത്തിൽ വന്നാൽ അത് ഉടനെ നമുക്ക് സത്യമായി തീരുന്നു. അത് പറയാനാണ് ഇത്രയൊക്കെ പറഞ്ഞു വന്നത്. ഒരു ഒബ്ജക്റ്റ് വ്യവഹാരത്തിൽ വന്നാൽ അത് ഉടനെ നമുക്ക് സത്യമായി തീരുന്നു. അനുഭവം വന്നാൽ ഉടനെ അത് സത്യം. ഇതാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു സംഭവം. അനുഭവം വന്നാൽ അത് സത്യം. നമ്മൾ ഈ ലോകത്തെ കാണുന്നു, അനുഭവിക്കുന്നു. ഈ ലോകത്തിലെ ഓരോ വസ്തുവും വ്യവഹാരക്ഷമ ആണ്. ഓരോ വസ്തുവും വ്യവഹാരക്ഷമ ആണ്. അത് എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ചലനത്തെ ഉണ്ടാക്കും. അത് നമ്മുടെ ഉള്ളിലൊരു ചലനം ഉണ്ടാക്കും. അതാണ് സംസ്കാരം എന്ന് വിട്ടിരിക്കുന്ന പ്രശ്നം. ഒരു ചലനം ഉണ്ടാക്കും. എന്താണ് ആ ചലനം? കോപം, ദയ, സന്തോഷം, സങ്കടം, വെറുപ്പ്, പലതും, ഇങ്ങനെ പലതും ഉണ്ടാക്കും. വ്യവഹാരക്ഷമമുള്ള എല്ലാം നമ്മുടെ ഉള്ളിൽ ചെറിയ ചലനത്തെ ഉണ്ടാക്കും, ഉറപ്പാണ്. അന്യതാസിദ്ധ ഒരു വികാരം ഉണ്ടാക്കില്ല. അന്യതാസിദ്ധ ഒരു വികാരം ഉണ്ടാക്കില്ല. വ്യവഹാരക്ഷമമായിട്ടുള്ളത് എന്തെങ്കിലും ഒരു വികാരം ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് പ്രപഞ്ചം നമുക്ക് എപ്പോഴാണോ അന്യതാസിദ്ധ ആകുന്നത്, കൊണ്ടുവന്ന എവിടേക്ക് ആചാര്യസ്വാമി ഇപ്പൊ കൊണ്ടുവന്നേ? പ്രപഞ്ചത്തെ അന്യതാസിദ്ധ ആയി കാണാൻ പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വ്യവഹാരക്ഷമ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഏതെങ്കിലും ഒരു വികാരം ഉണ്ടാകും. അന്യതാസിദ്ധ ആയിട്ട് കാണാൻ പഠിച്ചാൽ ഒരു വികാരം ഉണ്ടാകത്തില്ല. അപ്പോൾ ആണ് മോക്ഷം. അതാണ് മോക്ഷം. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇന്നത്തെ ഇത്രയും കാര്യങ്ങളെ വീണ്ടും വീണ്ടും ഒന്ന് മനനം ചെയ്യാം. നന്നായിട്ട് ചിന്തിക്കണം. ഈ രണ്ട് വാക്കുകൾ ഓർക്കുക: വ്യവഹാരക്ഷമ, അന്യതാസിദ്ധ. ഈ രണ്ട് ആണ് ഇനി നമ്മളെ നയിക്കാൻ പോകുന്ന കാര്യങ്ങൾ. വ്യവഹാരക്ഷമ നമ്മളിൽ ചലനമുണ്ടാക്കും, അന്യതാസിദ്ധ ഒരു ചലനവും ഉണ്ടാക്കില്ല. അപ്പോ ലോകത്തെ എല്ലാത്തിനെയും അന്യതാസിദ്ധ ആയി കാണാൻ പഠിക്കണം. കാരണം ഞാൻ ആത്മാ, ഞാൻ സാക്ഷി മാത്രം, ഞാൻ കർത്താവല്ല. ഇതൊക്കെ വരണം. ഈ വാക്കുകളൊക്കെ ഉള്ളിൽ കയറി വരണം. കർത്താവല്ല, ഒന്നിന്റെയും ഫലം എനിക്ക് വേണ്ട, ഞാൻ വെറും ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. ഇതെല്ലാം അന്യതാസിദ്ധയാണ്. ഇതിന് എന്നിലൊരു വികാരവും ഉണ്ടാക്കാൻ പറ്റില്ല. വ്യവഹാരക്ഷമ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ആ ശക്തി, ആ ഭഗവാൻ നമ്മളെ ഈ ഒരു വഴിയിലൂടെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. തിങ്കളാഴ്ച മെസ്സേജ് ഇടാം. ചിലപ്പോ ഒരു തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ലാസ് ഇല്ലെങ്കിൽ ഞാനൊന്ന് മെസ്സേജ് ഇടാം. തിങ്കളാഴ്ച ചിലപ്പോഴേ ഉണ്ടാവും സാർ. ഞാൻ താങ്ക് യു സാർ. സായിരാം. സായിരാം.